സംസ്ഥാനത്ത് വിവാദമുണ്ടാക്കിയ മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്കും മകൾക്കും ക്ലീൻ ചിറ്റ്. മാസപ്പടി കേസിൽ വിശദമായ വാദം കേട്ട തിരുവനന്തപുരം വിജിലൻസ് കോടതി മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ വിജയൻ എന്നിവർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ MLA നൽകിയ ഹർജി തള്ളിക്കളഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കുമെതിരായ മാസപ്പടി ഹർജിയിൽ വിജിലൻസ് കോടതി നേരിട്ട് അന്വേഷണം നടത്തണമെന്നായിരുന്നു മാത്യു കുഴൽനാടൻ MLAയുടെ ഹർജി. CMRL മുഖ്യമന്ത്രി നൽകിയ വഴിവിട്ട സഹായമാണ് മകൾ വീണ വിജയന് CMRL നിന്ന് മാസപ്പടി ലഭിക്കാൻ കാരണമെന്നാണ് ഹർജിയിലെ മാത്യു കുഴൽനാടന്റെ ആരോപണം. വിജിലൻസിനെ സമീപിച്ചെങ്കിലും അന്വേഷിക്കാൻ തയ്യാറായില്ലെന്നും കോടതി ഇടപെട്ട് അന്വേഷണത്തിന് ഉത്തരവിടണം എന്നുമായിരുന്നു ആദ്യം കുഴൽനാടൻ ആവശ്യപ്പെട്ടത്. എന്നാൽ പിന്നീട് കോടതി നേരിട്ട് അന്വേഷിക്കണമെന്ന് നിലപാടെടുത്തു. പിന്നാലെ കോടതി കൂടുതൽ തെളിവുകൾ ആവശ്യപ്പെട്ടു. തുടർന്ന് കഴിഞ്ഞ 2 തവണ കോടതി ഹർജികൾ പരിഗണിച്ചപ്പോൾ കുഴൽനാടൻ വിവിധ രേഖകൾ ഹാജരാക്കി. കരിമണൽ ഖനനത്തിന് മുഖ്യമന്ത്രി നേരിട്ട് അനധികൃതമായി അനുമതി നൽകാൻ ഇടപെട്ടു എന്ന് തെളിയിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന 5 രേഖകളാണ് കുഴൽനാടൻ കോടതിയിൽ ഹാജരാക്കിയത്. എന്നാൽ ഈ രേഖകളിലൊന്നും മുഖ്യമന്ത്രിയുടെ പങ്ക് വ്യക്തമാക്കുന്ന യാതൊരു തെളിവും ഇല്ലെന്നായിരുന്നു വിജിലൻസ് പ്രോസിക്യൂട്ടർ കോടതിയെ ധരിപ്പിച്ചത്. തൃക്കുന്നപ്പുഴയിലും ആറാട്ടുപുഴയിലും ഖനനത്തിന് CMRL ഭൂമി വാങ്ങിയെങ്കിലും ഖനനാനുമതി ലഭിച്ചില്ല. പിന്നീട് മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് റവന്യൂ വകുപ്പിനോട് ശശിധരൻ കർത്തായുടെ അപേക്ഷയിൽ പുനഃപരിശോധന നടത്താൻ ആവശ്യപ്പെട്ടെന്ന് ഹർജിയിൽ ആരോപിക്കുന്നു. അതിനുശേഷമാണ് മകൾ വീണ വിജയനും മാസപ്പടി ലഭിച്ചതെന്നുമാണ് മാത്യു ആരോപിച്ചത്. ഏതായാലും കേസിന്റെ വിധി വരും മുമ്പേ സ്വകാര്യ സന്ദർശനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായിലേക്ക് യാത്ര തിരിച്ചിരുന്നു. തിങ്കളാഴ്ച പുലർച്ചെ നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് പിണറായി ദുബായിലേക്ക് വിമാനം കയറിയത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും ഭർത്താവും മന്ത്രിയുമായ മുഹമ്മദ് റിയാസും ദുബായിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ദുബായ് യാത്രയ്ക്കിടെ മുഖ്യമന്ത്രി മകനെയും കുടുംബത്തെയും സന്ദർശിക്കും. വിദേശത്ത് നിന്ന് അദ്ദേഹം എന്നു മടങ്ങുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. മുഖ്യമന്ത്രിയുടെ ഭാര്യയും കൊച്ചുമകനും അദ്ദേഹത്തിനൊപ്പമുണ്ട്. മന്ത്രി റിയാസും വീണ വിജയനും ദുബായ് കൂടാതെ ഇന്തോനേഷ്യയും സിംഗപ്പൂരും സന്ദർശിക്കും. 19 ദിവസത്തേക്കാണ് റിയാസിന് യാത്രാ അനുമതി. മെയ് 21 ശേഷം അദ്ദേഹവും കുടുംബവും നാട്ടിലേക്ക് മടങ്ങുമെന്നാണ് സൂചന.